ചൊവ്വാദോഷത്തിന്റെ പേരിൽ പെൺകുട്ടികളുടെ കല്യാണം നടക്കാത്ത നാട്ടിൽ സുനിത വില്യംസ്. അതാണ് ചൊവ്വയുടെ ഇടയിൽ നിന്ന് അല്ലെ, നക്ഷത്രങ്ങളുടെ ഇടയിൽ നിന്നാണ് വന്നത്. ഈ രാഹുകാലമൊക്കെ നോക്കിയല്ല ആണോ അവർ പുറപ്പെട്ടതെന്നൊക്കെ ചില ആളുകൾക്ക് സംശയം ഉണ്ടാവും. ഇന്നലെ രാവിലെയൊക്കെ ചില ആളുകൾ നോക്കും 3:27 നല്ല ഗൃഹപ്രവേശനത്തിലുള്ള സമയമാണോ എന്ന് നോക്കുന്നുണ്ടാവും. ഇതൊക്കെ വെറും സാങ്കല്പികമായിട്ടുള്ള കാര്യങ്ങൾ, മനുഷ്യന് ആശ്വാസം കൊടുക്കുന്ന ചില കാര്യങ്ങളായിരിക്കും. പക്ഷേ എങ്കിൽ പോലും ശാസ്ത്രലോകത്തിൻ്റെ വളർച്ച നമ്മൾ കണ്ട് ആസ്വദിക്കണം. ഇനിയെങ്കിലും കേരളത്തിലുള്ള പ്രിയപ്പെട്ട യുവതീ യുവാക്കളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഈ സുനിത വില്യംസിനെയും കൽപ്പന ചൗളയും ഒക്കെ നമ്മുടെ മുൻപിൽ മാതൃകയായിട്ടുണ്ടാവണം. അവർക്കൊക്കെ പോകാൻ പറ്റുന്ന ലോകം, അവരൊക്കെ എത്തിച്ചേരുന്ന ലോകം, അതൊക്കെ നമുക്ക് ആവേശം നൽകുന്നതാണ്. അവർ മടങ്ങി വരുന്ന ലോകം, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വലിയ ബോധം ഉണ്ടാവണം. എന്നാലും രാഹുവിൻ്റെ ഗുളികൻ അല്ലെങ്കിൽ ഈ പറയുന്ന ശനിയുടെ അപഹാരം തുടങ്ങിയ കഥകളൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് മാറണം. പകരം ശാസ്ത്രബോധത്തിൽ നമ്മൾ ചന്ദ്രനിലേക്കും ശനിയിലേക്കും മാഴ്സിലേക്കും ഒക്കെ യാത്ര ചെയ്യാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന സമൂഹമാണെന്ന് മനസ്സിലാക്കണം. ആ വരവിന് അങ്ങനെ ഒരു വലിയ കഥ കൂടി നമ്മളോട് പറയാനുണ്ട്. അപ്പോൾ എവിടെ ചെന്ന് വീണാലും സുനിത വില്യംസിനെ പോലെ നമുക്ക് തിരിച്ചിറങ്ങി വരാൻ